ഭയങ്കര അസുഖം. മാസ്ക് ഇല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാവിലെ മുതൽ ഈ പൊടി നിന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് മഴ പെയ്താൽ വലിയ ചള്ള. 2 വർഷം കൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും സാധാരണ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളാണ് അനുഭവിക്കുന്നത്. അതിനെതിരെ പ്രതികരിച്ചവർക്ക് അർഹതപ്പെട്ട ജോലി പോലും കിട്ടാത്ത ആളുകളുണ്ട്. KSRTC സംബന്ധിച്ച് കൃത്യമായിട്ട് ഉത്തരവാദിത്തോട് പറയുന്നു, കൃത്യമായിട്ട് ആ ആൾക്ക് കിട്ടേണ്ട ജോലി പോലും കിട്ടാത്ത സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ റബ്ബറിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കർഷകർ മാത്രമാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഈ റോഡ് മുഖേന മുഴുവൻ ആൾക്കാരും കച്ചവടക്കാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. ഇതേ രീതിയിൽ നമുക്കൊരു 6 മാസം കൂടെ പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കച്ചവടക്കാർക്ക് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഞങ്ങളൊക്കെ വാടകയ്ക്കിരിക്കുന്ന ആൾക്കാരാണ്. വാടക കൊടുക്കാനുള്ള കച്ചവടം നടക്കുന്നില്ല. ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ജംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇത് 10-15 ആൾക്കാർ ഇതിന് ചുറ്റും താമസിക്കുന്നു. സന്ധ്യ സമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് പോകാനൊക്കാത്ത തിരക്കിൽ നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഇപ്പോൾ ഒരു 10 പേര് പോലും ഈ ജംഗ്ഷനിൽ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ കാര്യം കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുടുംബത്തിൽ കൊണ്ടൊന്നുമില്ല. സാധാരണ റോഡ് പണി തുടങ്ങുന്നത് കലങ്ങ് പണിഞ്ഞിട്ട് ആ റോഡ് പൊളിക്കുന്നത്. ഇത് ആദ്യ റോഡ് പൊളിച്ചു. ഇവിടെ മാത്രമല്ല കറവൂര് വരെ പൊളിച്ചു. ആ കറവൂരിൽ നിന്ന് അരുമുക്ക് വരെ മലയോര മേഖലയിൽ അച്ചൻകോവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡായിരുന്നു ആ റോഡ് പൂർണ്ണമായും പൊളിച്ചു. അതായത് അതിനു മുന്നേ അച്ചൻകോവ് പാത 3 വർഷക്കാലം പൊളിച്ചിട്ടിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടി അവർ പണിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് പൊളിച്ചു. പാവപ്പെട്ട ആൾക്കാരാണ് അവർക്ക്. നേരത്തെ ഈ 100 ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ 100 ഓട്ടോറിക്ഷയ്ക്ക് കൂടെ ഓട്ടോ ഉണ്ടായിരുന്നു. അവർക്കൊരു 10,000 രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഈ റോഡ് ഇങ്ങനെ വന്നതിന് ശേഷം അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് അവർ 500 രൂപ ഓടിയാൽ അതിനേക്കാൾ കൂടുതൽ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക്. 99% വണ്ടിക്ക് മുടക്കാനേ വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. സാധനങ്ങളെല്ലാം നാശമാവുകയാണ്. ആൾക്കാരും വരുന്നില്ല. അല്ല, ഇപ്പൊ നിങ്ങളുടെ MLA കൂടിയാണ്, ഇവിടുത്തെ മന്ത്രി കൂടിയാണ്. നല്ല മനുഷ്യനുമാണ്, MLA ആണ്. എല്ലാവർക്കും വേണ്ടി നല്ല മനുഷ്യനാണ്. അപ്പൊ അങ്ങാര് കണ്ണു പറഞ്ഞാലും മാത്രം റോഡിന്റെ പണി തീർക്കാനൊക്കത്തുള്ളൂ. You are watching India's first NGO television, Malanadu TV India. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം പുന്നലയിലാണ്. കൊല്ലം ജില്ലയിലാണ്. പുന്നലയിൽ നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരു വലിയ ജനകീയ സമരം നടക്കുകയുണ്ടായി. ആ സമരവും ഈ പറയുന്ന നമ്മളുടെ ഇവിടുത്തെ നിയുക്ത MLA മന്ത്രിമണ്ഡലം ശ്രീ ഗണേഷ് കുമാർ സാറിൻ്റെ നാട് കൂടിയാണ്, മണ്ഡലം കൂടിയാണ് പത്തനാപുരം. പത്തനാപുരത്തെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ പുന്നലയിലേക്കുള്ള റോഡ്, പുന്നല, പത്തനാപുരം, കറവൂർ, പുനലൂർ, അലിമുക്ക് റോഡ്, ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ 2 വർഷമായിട്ട് തകർന്നു കിടക്കുകയാണ്. ഈ റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിട്ടുള്ളത് ഈ ഓട്ടോക്കാരാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പുന്നല സ്റ്റാൻഡിലെ തൊഴിലാളികൾ, മറ്റൊന്നുമല്ല, പുന്നല സ്റ്റാൻഡ്. ഈ പുന്നല സ്റ്റാൻഡിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ അവർക്ക് ഈ ദുർഘടം പിടിച്ച റോഡിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ സർവീസ് ചെയ്യുന്നത്, സേവനം എന്ന് പറഞ്ഞുള്ള രീതിയിൽ ചെയ്യുന്നത്, ഈ സേവനം ചെയ്യുന്ന ഈ ഓട്ടോ തൊഴിലാളികളുടെ കിട്ടുന്ന പണം മുഴുവനും അതിൻ്റെ മെയിൻ്റനൻസിനുള്ള പൈസയാണെന്നുള്ളൂ അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നത്? വളരെ മോശമാണ്. ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്, ഞങ്ങൾ 3 വീലർ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇല്ല മെയിനായിട്ടും. പിന്നെ അത് 99% വണ്ടിക്ക് മുടക്കാനേ വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. എന്നും പണിയാണ്. ഞങ്ങൾക്ക് ഉടനെ ഇത് ജർമ്മൻ ടെക്നോളജിയിൽ ഉടനെ ഞങ്ങൾ ശരിയാക്കും, നല്ല റോഡാക്കി തരാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളെ ഉള്ളായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. പക്ഷേ ഒന്നുമില്ല. ഞാൻ പുതിയ വണ്ടി, ഇലക്ട്രിക് വണ്ടി എടുത്തതാണ്. അപ്പോൾ എടുത്ത വണ്ടി അവിടെയൊക്കെ സൗണ്ടും ബഹളം ആകെ പ്രശ്നമായി കിടക്കുക. വണ്ടി ഓടിക്കാൻ അവിടെ പറ്റത്തില്ല, ആകെ പ്രശ്നമാണ്. നമ്മുടെ റോഡ് ഇവിടെ മൊത്തം കുത്തി പൊളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് പൊളിച്ച് ചെയ്യണമായിരുന്നു. മൊത്തം കുത്തി പൊളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മൊത്തത്തിൽ പൊളിച്ചിട്ടേക്കോ അതല്ലേ. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ കാര്യം കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുടുംബത്തിൽ കൊണ്ടൊന്നുമില്ല. അടച്ച് നമ്മുടെ മെയിൻ്റനൻസും കഴിഞ്ഞ് പിന്നെ കടവും കൂടാ. ഓരോ ദിവസം വണ്ടിയുടെ പോയിട്ട് ഊരി പോവുക. അല്ല എന്തുവാ അവർക്ക് പണിയാനുള്ള വർഷാപ്പിൽ കൊടുക്കാനുള്ളൂ ഓടുന്നത്. കസ്റ്റമർ പോലെ വണ്ടി കയറാതിരിക്കുക. കാര്യം വണ്ടിക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ചെയ്യാൻ പാടുകൊണ്ട് കുലുങ്ങി പോകാൻ പറ്റുള്ളൂ. യാത്രക്കാർ പോലെ വണ്ടി ഒരുപാട് വിളിക്കുന്നുണ്ട്. വർഷം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാനൊക്കത്തില്ല. അതേപോലെ നമ്മൾ ചാലി കൂടി പലരും പുരടത്തിൽ കൂടെ വണ്ടി 500 രൂപ അവിടെ 300 രൂപ വർഷാപ്പിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്കും അസ്വസ്ഥതയല്ലേ? രാവിലെ മുതൽ വണ്ടികളിൽ കയറാതില്ല. കഴിവതും അവർ നടന്നു പോകാനെ കൊണ്ടാണ് നോക്കുന്നത്. വീട്ടിൽ പോയിട്ട് തൈലമായിട്ട് ചൂട് പിടിച്ചാലേ നമുക്ക് അവസ്ഥ നമുക്ക്. അതിപ്പോൾ 2 വർഷമായിട്ട് ഈ ഓട്ടോ തൊഴിലാളികൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വേണം. ഇത് എന്തുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നത്? പറയുന്നത് കമ്പനിക്ക് പൈസ കൊടുത്തില്ലെന്ന് അവർ പറയുന്നത്. നമുക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയത്തില്ല. സാധാരണ റോഡ് പണി തുടങ്ങുന്നത് കലങ്ങ് പണിഞ്ഞിട്ട് ആ റോഡ് പൊളിക്കുന്നത്. ഇത് ആദ്യ റോഡ് പൊളിച്ചു. ഇവിടെ മാത്രമല്ല കറവൂര് വരെ പൊളിച്ചു. ആ കറവൂരിൽ നിന്ന് അരുമുക്ക് വരെ മലയോര മേഖലയിൽ അച്ചൻകോവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡായിരുന്നു ആ റോഡ് പൂർണ്ണമായും പൊളിച്ചു. അതായത് അതിനു മുന്നേ
അച്ചൻകോവ് പാത 3 വർഷക്കാലം പൊളിച്ചിട്ടിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടി അവർ പണിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് പൊളിച്ചു. തീർച്ചയായിട്ടും അച്ചൻകോവിൽ പാതയിൽ മലനാട് ടിവിയുടെ ഇടപെടൽ അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വരേണ്ടി വന്നത്, ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ പ്രവർത്തകരുണ്ട്, മാധ്യമപ്രവർത്തനം അവരുടെ ഒരു ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവിടെ പോലീസിൻ്റെ ഒരു സപ്പോർട്ട് പോലും, അതായത് ഒരു ജനകീയ സമരം നടത്തിയപ്പോൾ അതിന് ഒരു മൈക്ക് സാങ്ഷൻ പോലും നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനെതിരെ പ്രതികരിച്ചവർക്ക് അർഹതപ്പെട്ട ജോലി പോലും കിട്ടാത്ത ആളുകളുണ്ട്. KSRTC സംബന്ധിച്ച് കൃത്യമായിട്ട് ഉത്തരവാദിത്തോട് പറയുന്നു, കൃത്യമായിട്ട് ആ ആൾക്ക് കിട്ടേണ്ട ജോലി പോലും കിട്ടാത്ത സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ശരി, എന്തായാലും ഈ ഒരു ഇതിനൊരു മാറ്റം ഉണ്ടാകണം. മാത്രമല്ല യാത്രക്കാരും വളരെ ഓട്ടോ ഇല്ല. കാര്യം ഈ റോഡിൽ കൂടെ മോശമായ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഓട്ടം വളരെ മോശമാണ്. അതെ. അപ്പോൾ അത് തന്നെയല്ല, ഇനിയിപ്പം വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റോഡിൻ്റെ പൊടി ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ പൊടി മുഴുവൻ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടി സഹിക്കാൻ പറ്റാൻ ഞാൻ കടകളെല്ലാം അടച്ചിട്ടേക്കുണ്ട്. ഈ കടലിൽ എല്ലാ കടകളുടെയും ബിസിനസ് പോലും ഈ ഒരു റോഡിൻ്റെ ഈ ദുര്യോഗം മൂലം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കട മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഗണേശൻ കണ്ണു പറഞ്ഞു നോക്കി ഈ റോഡിന് വേണ്ടി. ഇലക്ഷൻ സമയത്ത് വന്നിട്ട് മാറും പറയും ഈ പുന്നല മുതൽ കറൂർ വരെയുള്ള റോഡിൻ്റെ ഗണേശനൊന്നും സമയം തുറന്നേ നോക്കത്തുള്ളൂ. അല്ല, ഇപ്പം നിങ്ങളുടെ MLA കൂടിയാണ്, ഇവിടുത്തെ മന്ത്രി കൂടിയാണ്. നല്ല മനുഷ്യനുമാണ്, MLA ആണ്, എല്ലാവർക്കും വേണ്ടി നല്ല മനുഷ്യനാണ്. അപ്പോൾ അങ്ങാര് കണ്ണു പറഞ്ഞാലും മാത്രമേ റോഡിൻ്റെ പണി തീർക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങാര് പറഞ്ഞാൽ 6 മാസത്തിൽ പണി തീർക്കാന്ന് പറഞ്ഞത്. ഒരു ഓട്ടോ ഓടിയ 30 രൂപ കിട്ടും, 150 രൂപ പണിക്കൂലിയാണ്. ഈ റോഡൊക്കെ ഓരോ സാധനം ഓടിയും തോറും അതിനുവേണ്ടി ഞങ്ങൾ സാർ കണ്ണു തുറക്കട്ടെ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഗണേഷ് സാറ് പ്രധാനമായിട്ടും എല്ലാവരുടെയും ആവലാതികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥല MLA ആയിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാർ കണ്ണ് തുറന്നാൽ മാത്രമേ ഇനി അവർക്ക് ഒരു നീതി ലഭിക്കൂ എന്നാണ് പറയുന്നത്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം വെച്ചാൽ പണിഞ്ഞ വിശ്വാസം ഇല്ലെങ്കിലില്ല. അതെ, എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എന്തായാലും മലനാട് ടിവിയുടെ ഇടപെടൽ നാളിതുവരെ കേന്ദ്രമായാലും സംസ്ഥാനം ഭരിക്കുന്നവരായാലും അതിനകത്ത് വസ്തുനിഷ്ഠമുള്ള കാര്യങ്ങളാണ് മലനാട് ടിവി പറഞ്ഞിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ താഴ്ത്തി കെട്ടാനോ ഒരാളെ പൊക്കിക്കാണിക്കാനോ അല്ല. അതുകൊണ്ട് ഇതിനകത്തൊരു വളരെ വലിയൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു അവകാശം, നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട പുന്നല സ്വദേശികളുടെ രോദനമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ MLA ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ? തീരുമാനത്തിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങാർക്ക് ഗോവി വരച്ചുകൊണ്ട് പോകാം. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. 5 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളങ്ങ് മറക്കും. വീണ്ടും കഴിയുമ്പോൾ നമ്മൾ വോട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ വെറും പൊട്ടന്മാരാണ്, അതേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയാം. അതെ. ഈ ഓട്ടോ ഓടിച്ച് ജീവിതം 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറ്റുന്നില്ല. പിന്നിനൊക്കെ പണിയാണ്. പണിയൊക്കെ വരുന്നത് കടം മേടിച്ചാണ് ഇപ്പോൾ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും മറ്റുമൊക്കെ. 2 വർഷമായിട്ട് നിങ്ങൾ ഇതാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ വണ്ടിപ്പണി മാത്രമല്ല, ഞങ്ങൾക്കും പണിയാണ്. ശ്വാസം മുട്ടൽ, അസ്മാതുള്ള എല്ലാ അസുഖങ്ങളും, അലർജി, നടുവേദന, ആകെ വിഷയങ്ങൾ. ആശുപത്രി കൊടുക്കാനും വണ്ടി പണിയാനും വൈകിട്ടാകുമ്പോഴത്തേന് വീട്ടിൽ പോയിട്ട് തൈലമൊക്കെ ഇട്ട് പൂവ് പിടിച്ച് കിടന്നാൽ നമ്മൾ നാളെ എണ്ണിക്കാം. ആ അവസ്ഥ ഇത് ഇത്രയും നേരം ഇപ്പോൾ രാവിലെ മുതൽ ഇപ്പോൾ 1 മണിയാവാൻ പോകുന്നു. 5 മിനിറ്റോടെ ഉള്ളൂ. ഇത്ര നേരം ഒരു 300 രൂപയ്ക്ക് പോലും ഓടിയിട്ടില്ല. തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ യാത്ര മതിയാക്കി ഈ റോഡിലൂടെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാനെ കൊണ്ട് വണ്ടിക്കാതിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരിപ്പോൾ നടന്നാണ് പോകുന്നത്. അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ അത് കാരണം നിങ്ങളുടെ വൈദ്യുതാണ് നമ്മുടെ കാര്യം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേ കിടക്കുന്നത്. അതെ. ഈ റോഡ് പണി വരുന്നതിന് മുമ്പിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ മാന്യമായിട്ട് ഓട്ടോ ഒക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. വലിയ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. വളരെയെന്ന് പറഞ്ഞാൽ കൊണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുമാതിരിയാണ്. രാത്രിയിലൊക്കെ പോയി കിടക്കുമ്പോഴൊക്കെ ശരീരം വേദനയൊക്കെ കൊണ്ട് കയ്യും കാലൊക്കെ എന്ന് വെച്ചാൽ കൊണ്ട് മടക്കാനോ തിരിക്കാനോ പോലും പറ്റത്തില്ല. ആ മാതിരി ഒരു ബുദ്ധിമുട്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് ഇവിടെ? പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷത്തിന് അവരൊന്നും മിണ്ടുന്നില്ല. അവർക്ക് ബന്ധം കാണിച്ചാൽ എന്താ? ഇതിനകത്ത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇല്ലല്ലോ. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ വ്യവസായ വ്യാപാരികൾക്കാണെങ്കിലും അതുപോലെ പൊതുജനത്തിനായാലും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അത് എല്ലാവർക്കും ഒരുപോലെയല്ലേ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP ലീഗോ ഒന്നുമില്ല. ജനപക്ഷത്ത് നിൽക്കുന്നവരോടാ കൂടെ നമ്മൾ നിൽക്കും. തീർച്ചയായിട്ടും ജനപക്ഷത്താണ് നിൽക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ 2 വർഷമായിട്ടുള്ള നീതികേടിനെതിരെയാണ് മലനാട് ടിവി ഇന്ന് നിങ്ങളോട് നിൽക്കുന്നത്. എന്തായാലും ഇതിനൊരു അറുതി ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലെ ഒരു വിഭാഗമാണ് വ്യാപാരികൾ. ഈ പൊടിയടിച്ച് എങ്ങനെ ഇതിനകത്തിരിക്കാൻ ഭയങ്കര പാടാണ്. സാധനങ്ങളെല്ലാം നാശമാവുകയാണ്. ആൾക്കാരും വരുന്നില്ല. സാധനങ്ങൾ വിറ്റഴിയാൻ പാട്. അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ്. ജീവിതത്തിൻ്റെ ആ ദുഃഖങ്ങൾ ചേട്ടൻ്റെ മുഖത്തന്നെ കണ്ടില്ലേ? കാരണം ഒരു പ്രത്യാശയില്ല. 2 വർഷമായിട്ട് നിങ്ങൾ അനുഭവിക്കുക. ഇന്നല്ലേ നാളെ ഇതിനൊരു അറുതി വേണ്ടേ? വേണം അല്ലേ? ഇതിന് അറുതി വരുത്തണം. ഇത് എല്ലാവരും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുക.
എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് അതെ. എല്ലാം ഇവിടെ ഇടതുപക്ഷമില്ല, വലതുപക്ഷമില്ല, BJP ഇല്ല, ലീഗും ഇല്ല, സാധാരണക്കാരൻ്റെ ഇവിടെ. ഇല്ല അതെ, രാഷ്ട്രീയം ഇല്ല. അല്ലെങ്കിൽ ഈ 2 വർഷമൊക്കെ ഇത് പോകത്തില്ല, ചോദിക്കാനും പറഞ്ഞ ആൾ വേണ്ടേ? ആള് വേണം, അതാണ് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും ചേട്ടന് ആരോഗ്യപരമായ അസ്വസ്ഥത ഉണ്ടോ? ഇല്ല അത് അല്ല, ഈ പറയുന്ന ഈ പൊടിയൊക്കെ അടിച്ചിട്ട് ആസ്മ വലിയ വല്ലതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, രോഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പുന്നല ജംഗ്ഷനിലുള്ള ഒരു വ്യാപാരിയാണ് ഉദയൻ, അല്ലേ? ഉദയകുമാർ ചേട്ടാ, ഇത് ഇപ്പം 2 വർഷമായിട്ട് നിങ്ങൾ അനുഭവിക്കുകയാണ്. അതെ, 2 വർഷം കൊണ്ട് ആസ്മയും വലിയൊക്കെ ഉണ്ടോ? പിന്നെ ഭയങ്കര അസുഖം. മാസ്ക് ഇല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാവിലെ മുതൽ ഈ പൊടി നിന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് മഴ പെയ്താൽ വലിയ ചള്ള. 2 വർഷം കൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, സാധാരണ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ റബ്ബറിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കർഷകർ മാത്രമാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഈ റോഡ് മുഖേന മുഴുവൻ ആൾക്കാരും കച്ചവടക്കാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. ഇതേ രീതിയിൽ നമുക്കൊരു 6 മാസം കൂടെ പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കച്ചവടക്കാർക്ക് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഞങ്ങളൊക്കെ വാടകയ്ക്കിരിക്കുന്ന ആൾക്കാരാണ്. വാടക കൊടുക്കാനുള്ള കച്ചവടം നടക്കുന്നില്ല. ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ജംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇത് 10,000-10,000 ആൾക്കാർ ഇതിന് ചുറ്റും താമസിക്കുന്നു. സന്ധ്യസമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് പോകാൻ അക്കാത്ത തിരക്കിൽ നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഇപ്പോൾ ഒരു 10 പേര് പോലും ഈ ജംഗ്ഷനിൽ ഇറങ്ങുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പൊടി, ഈ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു 100 ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. ഇവരൊക്കെ സാധാരണ പാവപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ നേരത്തെ ഈ 100 ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ 100 ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു 10,000 രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ വന്നതിന് ശേഷം അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് അവർ 500 രൂപ ഓടിയാൽ അതിനേക്കാൾ കൂടുതൽ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. അങ്ങനെ മാനവിഭാഗം ആൾക്കാരുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, ഒന്നൊന്നല്ല, കച്ചവടക്കാരെന്നല്ല, സാധാരണ ജനങ്ങൾ, വിദ്യാർത്ഥികളടക്കം. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു ചെറിയ 2 വീലറെങ്കിലും ഉണ്ട്. ഇപ്പോൾ അവർ പത്തനാപുരം പട്ടണത്തിൽ നമുക്ക് പോകണമെങ്കിൽ 7 കിലോമീറ്റർ പോയാൽ മതി. ഇപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 10, 12, 15 കിലോമീറ്റർ ഓടി ചുറ്റിയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ടൊരു 1/4 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കനാൽ റോഡുണ്ട്. കനാൽ റോഡിൽ കയറി 15 കിലോമീറ്റർ ചുറ്റിയാണ് ഈ 7 കിലോമീറ്റർ പത്തനാപുരത്ത് പോകുന്നത്. പിന്നെ ഈ സമീപത്തുള്ള ആൾക്കാരൊക്കെ ഇതുവഴി ഒന്ന് അലുമുക്കിച്ചാടും. അപ്പോൾ 3-4 കിലോമീറ്റർ അധികം ഓടിയാണ് പോകുന്നത്. ഇവിടുന്ന് കറൂരോട്ടുള്ള റോഡിലെല്ലാം ഏതാണ്ട് ഒരു ബൈ റോഡ് നമുക്ക് അലുമുക്കിലോട്ട് പോകാനുണ്ട്. എല്ലാവരും അതുവഴിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ജംഗ്ഷനിൽ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ 100 പേര് പോലും ഇപ്പോൾ ഇവിടെ വരുന്നില്ല. അതിൻ്റേതായിട്ട് ഇവിടുത്തെ കച്ചവടക്കാരെ, വണ്ടിക്കാരെ, മറ്റെല്ലാ വിഭാഗം ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയാണ്. ഇതേ രീതിയിൽ ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള വ്യാപാരികളുടെ 6 മാസം പോലും ഞങ്ങൾക്ക് മുന്നോട്ട് ഇനിയും പോകാൻ കഴിയില്ല. അതൊരവസ്ഥയാണ്. ഇതൊക്കെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ്. കാര്യം വാടക കൊടുക്കാൻ ഉള്ള കച്ചവടമില്ല. കാര്യം ജനങ്ങൾ ഇറങ്ങിയെങ്കിലല്ല കച്ചവടം നടക്കുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ അവർക്കൊരു വണ്ടി ഓടിയെങ്കിലല്ലേ അവർക്ക് ജീവിതമാർഗമുണ്ട്. ഇപ്പോൾ പല ഈ പറയുന്ന ഈ പാവപ്പെട്ട ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ അവർക്ക് ഒരു നല്ല ശതമാനം ആൾക്കാരും അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. ഒരു പട്ടിണിയാണെന്ന് തന്നെ പറയാം. ഈ 2 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം MLA ഉണ്ട്, MP ഉണ്ട്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ഒരുപാട് പ്രാവശ്യം നിവേദനം കൊടുക്കുകയും ഇതിൻ്റെ ഒരു അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും എല്ലാം ചെയ്തു. അതൊന്നും ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തി. ഒരുപാട് പ്രതിഷേധം നടത്തി. അതിനുശേഷം ഒരു വലിയ ഒരു ജനകീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പ്രക്ഷോഭം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഘാടകരും ഇല്ലാതെ 1-2 പേര് നമുക്ക് ഇങ്ങനൊരു ജനകീയ കൂട്ടായ്മ ഇതിനെക്കുറിച്ച് സംഘടിപ്പിക്കണം, ഇതിൻ്റെ ഒരു വാർഷികം എന്നുള്ള നിലയിൽ ഒരു പായസ വിതരണമൊക്കെ നടത്താം എന്ന് 1-2 പേര് അഭിപ്രായം പറഞ്ഞ് മാത്രമാണ് അതിനൊരു ഡേറ്റും പറഞ്ഞു. അതല്ലാതെ അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ വേറെ ഒരാളുടെയും പിന്തുണയില്ലാതെ ആ ഒരു ജനകീയ സമരത്തിന് അന്നത്തെ ദിവസം ഇവിടെ വന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് വലിയൊരു പ്രക്ഷോഭമായിട്ടത് മാറി. അത് മുഴുവൻ ചാനലുകളിലും എല്ലാ നമ്മുടെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിലും കഴിഞ്ഞാൽ 24 ശ്രീകണ്ഠൻ നായർ വരെ ആ ചാനലിൽ നമ്മുടെ ആ ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വലിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും തന്നെ അതിന് അത്ര വലിയൊരു പ്രക്ഷോഭം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രക്ഷോഭം അതായത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു നേതാക്കന്മാരുടെയോ ഒരു സംഘാടക സമിതിയോ ഒന്നുമില്ലാതെ ജനങ്ങൾ അത്രയും സ്വയം നോബൽ കോസാണ് ജനങ്ങൾ അത്ര സംഘടിപ്പിച്ചുവെങ്കിൽ അത്ര ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അപ്പോൾ അത് അത്ര വലിയൊരു പ്രക്ഷോഭം. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നിട്ടും ഒരു റിസൾട്ട് ഉണ്ടായില്ല. അതിന് യാതൊരു അതിനുശേഷം ഇവിടെ വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് റിലേ സത്യാഗ്രഹം 5 ദിവസം നടത്തി. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതിഷേധ യോഗം നടത്തി. പിന്നെ വേറൊരു പാർട്ടിക്കാരാണെങ്കിൽ രാവിലെ മുതൽ ഉപവാസം നടത്തി. അങ്ങനെ ഒരുപാട് സമരങ്ങൾ. അപ്പോൾ ഇനിയും ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു മനുഷ്യച്ചങ്ങല ഇങ്ങനെ ഈ ജനകീയ കൂട്ടായ്മയുടെ ഇതിൽ അത് ആരും സംഘാടകരൊന്നും ഇല്ല, ഇങ്ങനെ ഒരു ആലോചന ഇട്ടു. അപ്പോഴാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി വർക്ക് തുടങ്ങും. അപ്പം ഞങ്ങൾ ജനുവരി 1-ാം തീയതി ഇങ്ങനെ മനുഷ്യച്ചങ്ങല തീരുമാനിച്ചു. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു 30-ാം തീയതിക്കകത്ത് ഉറപ്പായിട്ടും വർക്ക് തുടങ്ങും.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രതിഷേധം അങ്ങോട്ട് മാറ്റി കാരണം ഞങ്ങൾ ഈ വർക്ക് തുടങ്ങിയിട്ട് പ്രതിഷേധം കാരണം ഇനി റോഡിന് വിചാരിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ സഖികെട്ട് നിൽക്കുകയാണ്, അങ്ങേയറ്റത്തെത്തി നിൽക്കുകയാണ്. എന്തിനും ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ഇതിന് വലിയ ശക്തമായ പ്രക്ഷോഭ രംഗത്തേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട്, അതിന് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, വേറെ യാതൊരു ഇതുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുഴുവൻ ഇറങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ശ്രീ ഗണേഷ് കുമാർ MLA ഒരു തീരുമാനം അടിയന്തരമായി ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2 വർഷക്കാലം വേണ്ടി വരുന്നുണ്ട് ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി. അതൊരു വലിയ ദുര്യോഗമാണ് ജനാധിപത്യ സംവിധാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഇപ്പം ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ട് ഇത് നേരത്തെ നല്ല ടാറിംഗ് റോഡായിരുന്നു. ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഏതോ ഒരു നമ്മുടെ കുമ്മായം അതുപോലുള്ള ഏതോ ഒരു മിശ്രിതം അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ശ്വസിച്ച് കഴിഞ്ഞാൽ മാരകമായ അസുഖം ഉണ്ടാകുന്ന ഒരു ഇതാണ്. ആ കെമിക്കൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇളകി വന്നിട്ട് ആ പൊടി ഇപ്പം ഇന്നലെ നനയാതെ മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും പൊടിയില്ലാത്തത്. നാളെയും കൂടി ഇങ്ങനെ കിടന്നാൽ പൊടിപടലം അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അത് മാരകമായ അസുഖത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ വന്നപ്പോൾ കാണാം ബൈക്ക് യാത്രക്കാർ പോകുന്നൊരവസ്ഥ. ഒരു ചെറിയ മെറ്റിൽ മതി ബൈക്ക് മറിയാൻ. നിരവധി ബൈക്കുകളാണ്. ഒരു ദിവസം 2-3 ബൈക്കുകൾ മറിയാത്ത ഒരു ദിവസം നമ്മുടെ ചുറ്റുവട്ടത്തില്ല. ഇവിടെ കിഴക്കോട്ട് പോകുന്നിടത്ത് ഒരു കാഴ്ചവെക്കെ ഉണ്ട്. വലിയ ചാലായി വലിയ അപകടമായിട്ട് കിടക്കുക. ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കാലൊക്കെ തറയിൽ കുത്തിയൊക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അങ്ങനെ ഒരു ദിവസം 2-3 ബൈക്ക് മറിയാത്ത ദിവസമില്ല. എനിക്കന്നൊരു ബൈക്കുണ്ട്. ഞാൻ കുറച്ച് അപ്പുറത്താണ് എൻ്റെ വീട്. ഞാൻ ആ ബൈക്കിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ആ ബൈക്ക് എടുത്തിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി ആ ബൈക്ക് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്. കാര്യം ഈ റോഡിൽ കൂടെ എനിക്ക് ആ ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യം ഒരു മരണമോ ഒരു കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാണ് ഞാൻ പോകുന്നത്. കാര്യം എനിക്ക് ആ ബൈക്കിൽ ഓടിക്കാനെ കൊണ്ട് ഭയമാണ്. അതിൽ മറിഞ്ഞ് വീഴുമോ എന്നുള്ളൊരു ഭയമാണ്. അത്ര ദയനീയമായിട്ടാണ് നമ്മുടെ റോഡ് കിടക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു മാറ്റം ഉടനെ ഈ റോഡിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് മലനാട് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെങ്കിലും ജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. കുന്നല റോഡിൻ്റെ അവസ്ഥ ഇവിടെ ഒരു കലങ്ക് പകുതി ഇടിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ പണിയാനുള്ളൊരു സംവിധാനങ്ങൾ നടക്കും. കുന്നലയെ സംബന്ധിച്ചിട്ട് റോഡിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ആദ്യമേ അവർ കലുങ്ക് പണിഞ്ഞിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ. പക്ഷേ റോഡെല്ലാം നിർമ്മിച്ചതിന് ശേഷമാണ് കലുങ്ക് നിർമ്മിച്ചത് എന്നുള്ളൊരു അപരാധം നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് പുന്നല റോഡിൻ്റെ അവസ്ഥ. പുന്നല മാത്രമല്ല, പുന്നല ഇതുവഴി കറവൂർ അതുവഴി അലിമുക്ക് പുനലൂർ ഈ ഒരു സർക്കുലർ റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഗോ സ്ലോ ആണ്. അതായത് ആ പോക്ക് അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഗോ സ്ലോ. ഈ ഒരു പരിപാടി മാറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാ ബഹുമാനപ്പെട്ട അധികാരികളും ചേർന്നിട്ട് ഗെറ്റ് റെഡി, സ്റ്റാർട്ട് യുവർ വർക്ക് ആൻഡ് ഫിനിഷ് ദ വർക്ക്, ഇതാണ് വേണ്ടത്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് തന്നെ പുന്നലക്കാരുടെ ഈ ഒരു തീരാവേദനയ്ക്കുള്ള പ്രശ്നം ബഹുമാനപ്പെട്ട MLA ഗണേഷ് കുമാറും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ എല്ലാ മേലധികാരികളും ചെവികൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. മലനാട് TV ആദ്യമായിട്ടല്ല റോഡിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നത്. സമീപപ്രദേശത്തുള്ള അച്ചൻകോവിൽ അലിമുക്ക് റോഡിൻ്റെ കാര്യത്തിൽ നിരന്തരമായ ഇടപെടലിലൂടെ അലിമുക്ക് അച്ചൻകോവിൽ നിവാസികളുടെ 4 പതിറ്റാണ്ട് കാലത്തെ തീരാ ദുഃഖത്തിനാണ് അറുതി വരുത്തിയത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ എത്തിച്ചേർന്നത് മലനാട് ചാനലുകാരാണ്. പ്രിയപ്പെട്ട ജയേഷിന് നേതൃത്വമുള്ള സംഘം ആ പ്രദേശത്ത് വരികയും ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുവാൻ കഴിഞ്ഞതും മലനാട് ചാനലിൻ്റെ ഗ്രാമപഞ്ചായത്ത് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇവിടെ മലനാട് TV വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജേർണലിസത്തിൻ്റെ ആ രീതി തന്നെ വഴി തന്നെ മാറിപ്പോയി. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരവസരമായിട്ട് മലനാട് TV മുൻകൈ എടുത്തത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു കോളേജ് കൊണ്ടുവരുന്നെങ്കിൽ നല്ലതാണ്. 2 വർഷം കൊണ്ട് ഇന്ന് പുന്നല സ്വദേശികൾ അനുഭവിക്കുന്ന ഈ ഒരു റോഡിൻ്റെ തീരാ ദുഃഖം അത് നമുക്ക് ഉടനെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ബഹുമാനപ്പെട്ട MLA ശ്രീ ഗണേഷ് കുമാർ ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും അദ്ദേഹം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പുന്നല സ്വദേശികൾക്ക് വേണ്ടി മാറ്റിത്തരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് എൻ്റെ ഉറപ്പ് മാത്രമാണ്. അത് അദ്ദേഹത്തിലുള്ള വിശ്വാസമാണ് ഞാൻ ഈ പറയുന്ന ഉറപ്പ്. എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയങ്ങളുടെയും ചായ്വുള്ള ഒരു മാധ്യമമല്ല എന്ന് കഴിഞ്ഞ 13 വർഷത്തെ നിരന്തരമായിട്ടുള്ള മാധ്യമ ഇടപെടലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയ എൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, R ജയേഷ്. ഞാൻ പറയുന്നു, ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ റോഡിൻ്റെ പണി ആരംഭിക്കുകയും ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ ഇടപെടും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം മലനാട് TV നാളിതുവരെ തീരുമാനിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും
അടിയന്തരമായ ഒരു ഇടപെടൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗണേഷ് കുമാർ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം മുൻപ് മലനാട് TV നടത്തിയിട്ടുള്ള ഒരു ഡിബേറ്റിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏകദേശം 99% കാര്യങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി തന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യങ്ങൾ മാത്രമാണ് അതിൽ മാറി നിൽക്കുന്നത്. അത് UIT പത്തനാപുരം UITയിലെ ഒരു സ്റ്റുഡൻ്റായിരുന്ന നിർധന യുവതിയുടെ ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അത് പിന്നീട് UITയിലെ പ്രിൻസിപ്പൽ അടച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഗണേഷ് കുമാർ സാറിൻ്റെ ഇടപെടൽ ഉടനെ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുള്ള ഒരു കടുത്ത വിശ്വാസത്തിലാണ് മലനാട് TV ഇന്ന് ഇവിടെ നിന്നും മടങ്ങുന്നത്. ജയ് ഹിന്ദ്. മീഡിയയുടെ മൗനം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലംബർ. അതിൽ നിന്ന് അവർ ഉണരണം. ഉണർന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യം മരവിച്ചു പോകും, മരിച്ചു പോകും. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ജീവകാരുണ്യത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഒരു കൂട്ടം സുമനസ്സുകൾ ഒരുമിക്കുന്നു. ഹരിതാഭയാർന്ന സമൃദ്ധമായ ഒരു പ്രകൃതി ഇനി വരും തലമുറയ്ക്കായി വാസയോഗ്യമാകാൻ നാം ഒന്നിക്കണമെന്ന സത്യവും ഹൃദയവിശുദ്ധിയുടെ ഹരിതാഭയുമായി ഇതാ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. മലനാട് TV, voice of people, choice of people. Malana TV, always with people. Our relentless effort continues. ദൈവങ്ങൾ മനുഷ്യരായി അവതാരം അവരുടെ കാഴ്ചയാണ് ഈ മലനാട്. നോവും മനസ്സിനമൃതാവാൻ വിടറി വീഴവേ താങ്ങാവാൻ മൗനമുറയവേ വാക്കാവാൻ തീയലയടിച്ചാർക്കും കടലാവാൻ. മലനാട് TV.com ലോക മലയാളിയുടെ കുടുംബ ചാനൽ.